നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കേരള ഹൈക്കോടതിയിലെ ഒരു CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ഇന്നാണ് അവർ ഫയൽ ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല, അന്വേഷണം തൃപ്തികരമല്ല, പല കാര്യത്തിനും ഇന്ന് കൃത്യമായ ഒരു അന്വേഷണം അവർ നടത്തുന്നില്ല. അതാണ് ആക്ഷേപം. നേരത്തെ മുതലേ ഈ കേസിന്റെ തുടക്കം മുതലേ ഈ കേസിൽ പ്രതിയായിട്ട് വന്നിട്ടുള്ള ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വാധീനം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവെ എല്ലാവരും സംശയിക്കുന്നു. പോലീസിന്റെ അന്വേഷണം ഒരു തൃപ്തികരമായിട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം ചില കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിലോട്ട് ഒരു ഫൈൻഡിങ്ങിലോട്ട് എത്തിയിട്ടില്ല. ദിവസങ്ങൾ ഇത്രയായി. ഏതായാലും ആ അന്വേഷണത്തിനോട് അവർ സഹകരിക്കുന്നുണ്ടെങ്കിലും ഒരു CBI അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോഴത്തെ പ്രയർ. അതാണ്, എങ്കിലേ അവർക്ക് നീതി കിട്ടുകയുള്ളൂ. CBI അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അവർ താമരശ്ശേരി കോടതിയിലെ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതിയിലെ ആ കളക്ടറെ ഫോൺ കോൾസ് അത് പ്രിസർവ് ചെയ്യണം, പ്രശാന്തന്റെ ഫോൺ കോൾസ് പ്രിസർവ് ചെയ്യണം. അതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പോലീസ് അത് പ്രിസർവ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. കാരണം ഈ ഏരിയയിലെല്ലാം പോലീസിന്റെ വിപുലമായ അന്വേഷണം നടന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ മുറിയിൽ നിന്ന് പുള്ളിയുടെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ നിന്ന് പോയ ശേഷം അദ്ദേഹം മടങ്ങി വന്നു എന്നൊക്കെ നമുക്കറിയാം. 8:55 ട്രെയിൻ കയറാനുള്ള ആള് 6 മണിയോടുകൂടി 6:30 മണിയോട് മടങ്ങി വഴിയിൽ ഇറങ്ങി. പിന്നീടുള്ള കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവറും അതുപോലെ അവിടുത്തെ ജില്ലാ കളക്ടറെ ഗൺമാനും തൊട്ടടുത്ത് കോട്ടയത്ത് താമസിക്കുന്ന PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും വരുമ്പം വീടിന്റെ മുൻവശം വാതിൽ തുറന്നു കിടക്കണം. അതിന് തൃപ്തികരമായ ഒരു മറുപടി പോലീസ് നൽകണം. ആ ഭാഗത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് എന്നറിയണം. ആരാണ് ആ വാതിൽ ചവിട്ടിപ്പൊളിച്ചത്? ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാള് സാധാരണഗതിയിൽ മടങ്ങി വന്ന് രഹസ്യമായിട്ട് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ വാതിലടയ്ക്കും. അത് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഒരു സൂയിസൈഡ് നോട്ട് അനിവാര്യമായ ഒരു സംഗതിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് എല്ലാ കാര്യത്തിനും നോട്ട് കുറിക്കും. പക്ഷേ മരണകാര്യത്തിൽ നോട്ട് കുറിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. അതാരാണ് എടുത്തുകൊണ്ട് പോയത്? ആരാണ് വാതിൽ ചവിട്ടി തുറന്നത്? ആരാണ് എടുത്തുകൊണ്ട് പോയത്? അതുപോലെ എപ്പോഴാണ് അദ്ദേഹം തൂങ്ങാനുള്ള കയറ് സംഘടിപ്പിച്ചത്? ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിച്ചിട്ടില്ല എന്നാണ് വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അതിനോട് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് മരണപ്പെട്ട നവീന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപ്പാക്കിയത് അവരുടെ കുടുംബക്കാരാരെയും സാന്നിധ്യമില്ലാതെയാണ്. അവിടെയൊക്കെ പോലീസിന് അവിടെയൊക്കെ പാളിച്ചകൾ പറ്റിയെന്നേ പറയാനൊക്കുള്ളൂ. മറ്റൊരു കാര്യം, ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് എൻക്വയറി നടത്തി ഒരു ഗവൺമെന്റിന്റെ ഉത്തരവില്ലാതെ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ സെക്രട്ടറി ഹോമിന്റെ ഉത്തരവില്ലാതെ, വിജിലൻസിന്റെ ഡയറക്ടർ ഉത്തരവില്ലാതെ കേരളത്തിലെ ഒരു വിജിലൻസ് ഓഫീസർക്കും ഒരു എൻക്വയറി നടത്താൻ അധികാരമില്ല. അവിടെ ഒരു എൻക്വയറി നടത്തിയിരിക്കുന്നു. അതിനകത്ത് പ്രശാന്തിനെ മറ്റ് 1-2 പേരെയും വിളിച്ച് ചോദിച്ചിരിക്കുന്നു. അവിടുത്തെ CI വിജിലൻസ് ഓർ DYSP വിജിലൻസ്. ആരോപണം വന്നതോടെ CI വിജിലൻസ് അവിടുത്തെ മാറ്റിയിട്ടുണ്ട്. ആരാണ് ഇവർ 2 പേരെയും മൊഴിയെടുത്തത്?
ആ കാര്യം വെളിയിലോട്ട് വരണം. കാരണം വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിടാതെ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് പ്രശാന്തനെയും മറ്റവരെയൊക്കെ വിളിച്ചു വരുത്തിയ വിജിലൻസിലെ ഓഫീസർ. തീർച്ചയായിട്ടും നടപടി അടിയന്തരമായിട്ട് വേണം. അങ്ങനെ രാഷ്ട്രീയം കളിക്കാനും അങ്ങനെ ഒരു പക്ഷം ചേരാനും ഒക്കെയുള്ള ഒരു സൗകര്യം ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആര് കൊടുത്തു? എന്ത് ബലത്തിലാണത്? അങ്ങനെ ഒരു അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി അടിയന്തരമായിട്ട് വേണ്ടേ? ഈ ADM ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചെന്ന ഒരു ആരോപണം പരക്കെ കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. അതിനെപ്പറ്റി ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മരണത്തിന് ശേഷം കിട്ടിയിട്ടുണ്ടാവാം, അതിന് മുമ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു റെക്കോർഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല. AK സെന്ററിൽ നിന്ന് ആരോ കൊടുത്തുവിട്ട ഒരു പരാതി, അത് മരണത്തിന് ശേഷമാണ്. പ്രീവിയസ് ഡേറ്റ് അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പത്തെ ഡേറ്റ് വെച്ചിട്ടുണ്ടാവും. അതിന്റെ കയ്യക്ഷരം ആരുടെയാണ് അത് പോലീസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ ഒപ്പ് ആരുടെയാണെന്ന് പോലീസ് കണ്ടുപിടിച്ചില്ല. അതിൻ്റെ അകത്ത് 2 വ്യത്യസ്തമായ ഒപ്പുകളാണ് കാണുന്നിരിക്കുന്നത്. അത് രണ്ടും തൻ്റെതാണ് എന്ന് പറയാനുള്ള ധൈര്യം പ്രശാന്തന് എങ്ങനെ കിട്ടി? ആ കോൺഫിഡൻസ് എങ്ങനെ വന്നു? എല്ലാവർക്കും ഒരു ഒപ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രം കേരളത്തിൽ 2 ഒപ്പുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പം ഇതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കേസാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എന്താണ് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടെത്തിയെന്ന് നമുക്ക് വ്യക്തതയില്ല. എങ്കിലും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ഇൻഡസ്റ്റൈൻ, സ്റ്റൊമക്ക് അതിനകത്ത് ഒന്നുമില്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അയാളുടെ വായിൽ നിന്ന് സലൈവ വെളിയിലോട്ട് വരണം. പോസ്റ്റ്മോർട്ടത്തിൽ അതുണ്ടോ? അവിടെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക് തെറ്റുപറ്റിയോ? അദ്ദേഹത്തിന് മൂത്രവും മലവും ഈ ആത്മഹത്യ സമയത്ത് വെളിയിലോട്ട് വരണം. അത് വന്നിട്ടുണ്ടോ? കഴുത്തിനുണ്ടായ പ്രഷറും ശ്വാസം മുട്ടി മരിക്കുമ്പോൾ, സ്പൈനൽ കോഡ് മുറിഞ്ഞു മരിക്കുമ്പോൾ അതിനകത്ത് ചില റിയാക്ഷൻസ് ശരീരത്തിലുണ്ടാവും. ഒന്ന് സലൈവ. തൂങ്ങി നിൽക്കുന്ന ആളുടെ കെട്ടിന് ഓപ്പോസിറ്റ് സൈഡിലെ കടവായിൽ നിന്ന് സലൈവ ഒലിച്ചു വരും. സലൈവ വന്നിട്ടുണ്ടോ? സലൈവ ഒലിച്ച് അദ്ദേഹത്തിന്റെ ഷട്ടിൽ വീണിട്ടുണ്ടോ? അദ്ദേഹത്തിന് സെമിനൽ എജക്ഷൻ അതുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ആഹാരമില്ലെങ്കിലും അല്പസ്വല്പം മലമെങ്കിലും വെളിയിലോട്ട് പോയിട്ടുണ്ടോ? യൂറിൻ വെളിയിലോട്ട് വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഉത്തരം കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് ഇപ്പം ചാൻസ് ഇല്ല. ആരാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ലേ? എന്തുകൊണ്ട്? അത് അവർ വിശദീകരിക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ചോദ്യം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധികാരികമായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകണം. അത് കണ്ടില്ലേ? അതിന്റെ കാരണം എന്ത്? സ്വാധീനത്തിന് വഴങ്ങിയോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സ്കോപ്പില്ല. അത് പെട്ടെന്ന് തന്നെ ദഹിപ്പിച്ചു കളഞ്ഞു. വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി, വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ പോസ്റ്റ്മോർട്ടം തയ്യാറാക്കി. അവിടെയൊക്കെ പോലീസിന് പാളിച്ച പറ്റിയിരിക്കുന്നു. എന്തായാലും 306 IPC അല്ലെങ്കിൽ 108 BNS പ്രകാരം ഒരു ഒഫൻസ് മാത്രമാണ് ആ ദിവ്യ എന്ന പ്രതി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നതാണ് ഇതുവരെയുള്ള അന്വേഷണം നമ്മൾ മനസ്സിലാകുന്നത്. അതിനകത്തൊരു കോൺസ്പിറസി ഉണ്ടോ? 120B വന്നിട്ടുണ്ടോ? കളക്ടറും പ്രശാന്തനും ആ കോൺസ്പിറസിയിൽ ഉണ്ടോ? അത് വ്യക്തതയില്ല. ആ കോൺസ്പിറസി ഇല്ലാതെ തന്നെയാണോ അന്വേഷണം പൂർത്തിയാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ആ കാര്യം കൂടെ പെർഫെക്റ്ററി ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ CBI വന്ന പ്രതിയാക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ആളുടെ മരണത്തിന് മുമ്പ് ഒരു വിജിലൻസ് എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ ഉദ്യോഗസ്ഥന്മാരെയും
ആ കോൺസ്പിറസിയിലകത്ത് പ്രതിയാക്കേണ്ടി വരും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ CBIയുടെ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് പോലീസിന് വിശ്വാസമില്ല, പോലീസിന് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിൽ കൂടെ പോയതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് അത് ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ അത് പറയുന്നത്. ഈ കേസിന്റെ അന്വേഷണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റണം, ക്രൈംബ്രാഞ്ചിൽ കൊടുക്കണം എന്ന് തുടക്കത്തിലേ പറയുമായിരുന്നു. കാരണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വന്നാൽ ഇതിൽ കൂടെ ബെറ്ററായ ഒരു അന്വേഷണം ഉണ്ടാവും. പക്ഷേ ADMന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും അവർക്ക് ചിലപ്പം തൃപ്തി ഉണ്ടാവില്ല. എങ്കിലും അന്വേഷണം ലോക്കൽ പോലീസിൻ്റെ ഇത് മാറ്റി ക്രൈംബ്രാഞ്ചിൽ കൊടുക്കണം. അതിൻ്റെ കാരണം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറയുന്നതിന് കാരണമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഹൈക്കോടതി അത് പരിശോധിച്ച് അടുത്ത ദിവസം അതിൻ്റെ ഓർഡേഴ്സ് അനുകൂലമായി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.